എടാ ലൊക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ ഓൺ ദ വേയാ. കേറിത്തില്ലല്ലോ, ഒരു സ്ഥലത്ത് എത്തിയില്ലല്ലോ. ഇങ്ങോട്ട് കുത്തിക്കാൻ പറഞ്ഞാൽ ആളെ കുത്തിക്കുക, വേറെ ഒരു തോട്ട്സ് വേണ്ട കേട്ടോ. അങ്ങനെ മൂട്ടിലാണെങ്കിൽ മൂട്ടില് രാജുഭായി പറഞ്ഞ ആളെ കുത്തണം. സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക, അതൊക്കെ സ്വന്തമായിട്ട്. രാജുഭായി ലൊക്ക് കൊടുത്തേക്കണേ. അഞ്ചു അമ്മു ഹായ് ഹായ് ഹായ്, വെൽക്കം ടു ദ സ്ട്രീം. പ്രീവാണ് വണ്ടി ഞാൻ അതാ പറയണേ, റിപ്പയർ മല അങ്ങനത്തെ ഒക്കെ കാര്യം നോക്കണം നമ്മൾ. പിങ് സ്പാം ആക്കല്ലേ, കുറച്ച് ഡിലീറ്റ് രാജുഭായി ലൊക്ക് കൊടുത്തത്. അവര് ചാറ്റ് ഇട്ട് നമ്മളെ വിളിക്കും, മീറ്റ് ചെയ്യണമെന്ന് പറയും, നമ്മളെ പോയി മീറ്റ് ചെയ്യും. അവര് ഹൈവേ ആണ് കളിക്കുന്നത് നമ്മള്. ഇതിന്റെ മേലെ ഒരു മലയുണ്ട്, ആ ആടെ ഒരു മലയുണ്ട്, അങ്ങോട്ട് പോയ മറ്റേ VNV കളിച്ച കളിയില്ലേ TDSന, ആ കിടിലൻ മലയാ. ഞാൻ അവിടെ ഒരു എന്തൊരു കനാല് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിൽ വീണ പോയ വണ്ടി പോയി. അതാ അങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. രാജുഭായി പറയുന്നു കണ്ടാ 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 നമ്മള്. നമുക്ക് അവിടെ കളിച്ചാലോ, ആ റിപ്പയർ കളിച്ചാലോ രാജുഭായി? കെമിസ്ട്രി ഞാൻ ക്യാം ഓഫ് ആക്കിയത് ക്ലിപ്പർ ഇറങ്ങാതിരിക്കാനല്ല, എനിക്ക് FPS ഇട്ടാൻ വേണ്ടിട്ടാ. കഴിഞ്ഞ കളി കണ്ടല്ലേ നിങ്ങള്, 40, 30, 10, 16 ഒക്കെ ആയിരുന്നു. ഇപ്പൊ 60. ഞാൻ പറഞ്ഞ രാജുഭായി 980 ആണ് ഏറ്റവും ആൾക്കാര് വാറ അടിച്ചിട്ടുണ്ടാവുക. നമുക്കിപ്പോ അങ്ങോട്ട് തന്നെ ആദ്യം പോണോ? അതാണ് വേറൊന്ന്. അറിയാം പക്ഷെ അവരൊക്കെ എവിടെ? എനിക്ക് സത്യം പറയാം, ഈ മാപ്പ് എനിക്കും പുതിയതാണ്. വെള്ളത്തിൽ പോയി ചാൻസ് ഉണ്ടേ, നോക്കി സംസാരിച്ചോണ്ട് അതിന്റെ അടുക്ക് എന്താ എവിടെ ലൊക്കേഷൻ പറ, എവിടെ പോന്ന്? രാജുഭായി 990 പോകാൻ പറ, അത് കളിക്കുന്ന സ്ഥലം. പോയി കളിക്കാൻ മതി. എന്നാ പിന്നെ ലൊക്ക് ഇട്ടോ രാജുഭായി, 990 ലൊക്ക് ഇട്ടോ. എന്താ ഇതെന്താ ഇറങ്ങിക്കളി കളിക്കുന്ന എല്ലാരും? കത്തുന്നടാ, പിങ് പിങ് പിങ്. ഒറ്റ മിനിറ്റ് പാല് പിടിച്ചോട്ടെ. വണ്ടി ലോക്കായടാ. പാലുണ്ണിയും ഞാൻ ഡെയിലി രാത്രി പാല് പിടിക്കല്ലോ, ബോൺസ് നട്ട് കിട്ടണ്ടേ നമ്മള്. അല്ല ജിമ്മിൽ പോകുമ്പോ അതുകൊണ്ട് കുറക്കട്ടെ, കുറച്ചിട്ട് ചോദിക്കണേക്കൊന്ന് മറുപടി കൊടുക്കട്ടെ. ഞാൻ ചിലപ്പോ ചാറ്റ് നോക്കത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ എന്റെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. ഫസ്റ്റ് ടൈം ഡൂയിങ് ദിസ് തിങ്. സോ ജഡ്ജ് ചെയ്യേണ്ടവർക്ക് ജഡ്ജ് ചെയ്യാം. ഞാൻ ഒരിക്കലും ആരോടും പറയില്ല ജഡ്ജ് ചെയ്യേണ്ടത്. കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ, നോ വറീസ്. ബട്ട് സ്റ്റിൽ ഐ വിൽ ബി ഫൈറ്റിംഗ് ഫോർ മൈസെൽഫ് ആൻഡ് മൈ ഗാങ്. ഓക്കെ, എല്ലാ ഡോറും പൊട്ടിച്ചാൽ നിങ്ങൾക്ക് അടിയുള്ളൂ. ഒരു കാര്യം കൂടി, എല്ലാരും കനക്ക് പെട്ടെന്ന് ഇറങ്ങാനാ. എടാ ഇത് പ്രീവാറാന്ന്. ഇപ്പൊ വീഡിയോ എന്തെങ്കിലും ഹോൾഡ് ഇടാൻ പറഞ്ഞാൽ അടിച്ചോന്നാട്ടോ. അവര് ഹോൾഡ് ഇട്ട, അതെ അവര് ഹോൾഡ് ഇട്ടെന്ന് വെച്ച് നമ്മൾ പെട്ടെന്ന് സ്റ്റക്ക് ആണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഫ്രണ്ടിൽ പോണ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആരാണ് ഫ്രണ്ടിൽ പോണെന്ന്. ആള് സ്പാം ചെയ്യും എപ്പോഴും പിങ്. ഓക്കെ, ഞാനാണെങ്കിൽ ഞാൻ ചെയ്തോളാം. നിങ്ങളാണെങ്കിൽ ആരാണ് ഫ്രണ്ട് ആ സമയത്ത് അവര് പിങ് ചെയ്ത് ഇത് ചെയ്തോണ്ട് പോകാം. നിങ്ങൾ രണ്ടുപേരും വണ്ടിയില്ലേ, നിങ്ങളെ ബോധ്യപൂർവ്വം കുത്തിച്ചാതിയെ, ബാക്കിയുള്ളവർ എന്റെ കൂടെ കുത്തിച്ചാതിയെ. ഞാൻ പറയണ അടുത്ത് മനസ്സിലായില്ലേ ആ റൂട്ട്? എന്താ വെച്ചാ അത് നിങ്ങളെ റൂട്ട് നിങ്ങൾക്ക് അറിയുന്നത് ആൾക്കാർ
ആ വണ്ടിയെ പിടിച്ചു നോക്കി. എങ്കിൽ ആ വണ്ടി പിടിക്കണമെങ്കിൽ മേക്കെ 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 നമ്മളെ ടയർ പൊട്ടിച്ച ഈ വണ്ടി ഷിറ്റ് ആണ് ഇപ്പഴേ പറഞ്ഞേക്കാം. അത് സെറ്റ് ചെയ്തില്ലേ? ഇല്ല നമ്മുടെ ഈ വണ്ടി ആ വണ്ടി ഭയങ്കര വ്യത്യാസമുണ്ട്. വണ്ടി ഒന്നിനും കൊള്ളൂല മേക്കെ. ഇത് വണ്ടി വരട്ടെ നാശം പിടിക്കാൻ അല്ല നമ്മളെ കംപ്ലൈന്റ് പറഞ്ഞല്ല, ജസ്റ്റ് പറഞ്ഞ മനസ്സിലാടാ. പിങ്ങട്ടെ നീയൊക്കെ എവിടെ പോയി? മല ലീവിയല്ലേ ആ നിക്കുന്ന മല ലീവി അമര് വട്ടെ ഇനിഷ്യൽ കുറച്ച് വെയിറ്റ് ഇടാ അമര് വിമാനമൊക്കെ അല്ല ലൊക്ക് കണ്ട നമ്മളെ കണ്ടല്ലോ അവര്. എടാ പ്ലെയിന് പോയി. കൊടുക്ക് അവര് ചോദിച്ചില്ലേ ആരടാ കൊക്കെ പോയെ ആരാണോ? ഇതാരാടാ വിമാനം പറത്തി കളിക്കുന്ന മോളിന്ന് കത്തിക്കാൻ വേണ്ടിട്ട്? ഞാൻ ഒരു കാര്യം മക എന്നെ കൂട്ടണേ ഇവിടെ മീറ്റിങ്ങിന്. കൊണടിക്കാനാണോ? അല്ലല്ല സിറ്റ് ഞാൻ സിറ്റുവേഷൻ ഹെലി മാറ്റി പ്ലെയിൻ ഇവിടുന്ന് മാറ്റാൻ പറയോടാ. ഞാൻ പറയാം, ഞാൻ ഹെൽപ്പിടാം. എനിക്കൊരു ഹെൽപ്പ് വേണം. മിണ്ടായി ഞാൻ കോള് പറയട്ടെടാ പറയണേ. എടാ ഇവൻ ജാസി സെറ്റിങ്സ് എടുത്തപ്പോ ലൈക്ക് ലോഡിങ് കാണിച്ചോണ്ടിരിക്കുന്നു. അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയില്ല, അതാണ് സത്യം. ചാർലി ചാർലി അതെനക്കും അറിയില്ല അങ്ങനെ ഒരു സംഭവം. ഞാൻ അറിയിക്കാറില്ല, നീ കറങ്ങിക്കൊണ്ടിരിക്കും. കാണിക്കുന്നത് എനിക്കൊന്നും ജാസ് അപ്പുറത്തെ സൈഡ് ഒരു വണ്ടി ഇവിടെ വേറെ പിങ്ങിടല്ലേ. നീയൊക്കെ എവിടെയൊക്കെ പിങ്ങിടണെന്ന് അറിയോടോ നായറികളെ? ഡ്രൈവേഴ്സ് മാത്രം പിന്നിട്ട് നിങ്ങളൊന്നും പിന്നിടണ്ട, മനസ്സിലായോ? അല്ലെങ്കിൽ ഫുള്ള് എന്റെ അഭിപ്രായത്തിൽ ഡ്രൈവേഴ്സ് മാത്രം റേഡിയോ പോകണം പറഞ്ഞാൽ മതി. ആ വേറെ ഒന്നും ചെയ്യണം. അതാണ് ഏറ്റവും നിങ്ങൾ ആരും മിണ്ടണ്ട. ഞാൻ തൊട്ടല്ലേ റേഡിയോ നോക്കാതെ. ഞാൻ കളി തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റ എന്റെ വണ്ടി ഒന്നും മിണ്ടി പോയത്. റിപ്പയറിന്റെ അവിടെ ഒരു വണ്ടി ബേക്ക് ആണെന്ന് തോന്നുന്നത് രാജീവ്. ഇത് ബേക്കുള്ള പരിപാടിയാണ്. ഈ സൈഡിൽ നിന്ന് എവിടെ കുത്താനുള്ള പരിപാടിയാണ്. എല്ലാവർക്കും മഞ്ഞായോടാ? ഇല്ല, റാപ്പിഡ് ബൂസ്റ്റ് മാറ്റി വന്നോടെ ഇട്ടാ അവനായിട്ട് തട്ടി കളിക്കട്ടെ രാജീവ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? നിങ്ങൾക്കെല്ലാം ഇരുട്ടല്ലേ? ഇരുട്ടല്ല, എനിക്ക് ഇരുട്ടല്ല. എനിക്കിപ്പോ റാപ്പിഡ് ബൂസ്റ്റ് അടിച്ചപ്പോ ഇരുട്ടായി. അല്ല ഞാൻ മറ്റേത് യൂസ് ചെയ്യുന്നുണ്ടേ. ഞാൻ പ്ലെയിനും അവന്മാർക്ക് ഒരു സ്പോട്ട് ഉണ്ട്, മിക്കവാറും നമ്മൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവന്മാരിലെ ഓപ്പൺ ഫയർ പോയിട്ടത് അല്ല പ്രീവാർ പോയിട്ടത് പ്രീവാറിന്റെ ഇനിഷ്യല് പോയിട്ടത്. നമ്മളെ വില പിടിക്കും. ഞാൻ ഹെൽപ്പ് ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇടക്കിടക്ക് കണ്ടിടല്ല. അവന്മാരൊക്കെ എന്തോ ഒരു സ്പോട്ട് ഉണ്ടോന്ന് തോന്നണ കേട്ടാ. അവന്മാര് പ്ലാൻ ചെയ്ത ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അവന്മാര് സ്ഥിരം എവിടെ കളിച്ച് പരിചയമുള്ള സ്ഥലത്തോട്ട് അവന്മാര് കുത്താനുള്ള പരിപാടിയാണ്. ആ ഒരു പരിപാടി ചെയ്യാൻ നോക്കുക. ലൊക്കേഷൻ ചോദിച്ചത് പൊട്ടാന്മാര് ഡിസ്കോഡില് മെസ്സേജ് അയക്കുന്നേ. അതങ്ങ് ക്ലോസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഇതാ ഒച്ചയെല്ലാം വരുന്ന അതാ എന്താടാ പോന്ന അല്ല എല്ലാരും കളിച്ചാൻ ട്രൈ ചെയ്ത പ്ലെയിൻ അങ്ങ് അത് അറിയുന്ന പ്ലെയിനാന്ന് തോന്നുന്നു കേട്ടോ. എടാ അതെന്തോ ബഗ്ഗാറ്റ എന്തോ ബോട്ടിന്റെ സാധന കേവിയാന്ന് പറയുന്നു. കേവി അതാ ട്രിപ്ലക്സ് ഇടുന്ന അതാ കോട്ടർ ഒരു ഡബിൾ ഗ്യാങ് ആയിരുന്നാ. ഏത് ട്രിപ്ലക്സ് അങ്ങനെയോ മരിച്ചുപോയി. അതാ അതിന്റെ മുമ്പ് ഇനിയും വന്നിട്ടാ എനിക്ക് നല്ല അടിയുണ്ട്.
പ്ലെയിൻ അടിച്ചു റിപ്പയർ അടിക്കാം ചിലപ്പോ എന്നെ കുട്ടിക്ക് നീയൊക്കെ നോക്കിക്കൊള്ളാം. നമുക്കൊന്ന് ഇടമല്ലേ പോവാ, ഒന്ന് കാണാൻ വേണ്ടി ലൈവ് ഉണ്ടെങ്കിൽ അവരാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സ്പാം. ഞാൻ ഒന്നും പറയില്ല, നീ നിന്റെ ഇഷ്ടം പോലെ കുത്തിക്കുവാ. ഞാൻ കളിച്ചോളൂ. ബാക്കി ഉണ്ട് നമ്മളെ ബാക്കി കണ്ടോ റൈറ്റില്. ഇവിടെ ഒരു വണ്ടി വന്നു, ഒറ്റ വണ്ടി സ്കൗട്ട് ചെയ്യുന്നു. നമ്മളെ ഈ മലയിൽ ഉറങ്ങി നിക്കണവന്മാരെ ബാക്കിലൊക്കെ നോക്കി കൈ പൊക്കി വെക്കണേ ആ വണ്ടി. അവനെ പിറ്റിയത്, അവനൊന്ന് പിറ്റിയത്. മലയുടെ മോളിൽ പോലെ ടോപ്പിൽ പോകില്ല, മലയുടെ ടോപ്പിൽ പോകരുത് തൽക്കാലം. ഒരുമിച്ച് മല ഒത്തിച്ചാലോടാ, മല കയറിയാലോടാ, മല ഫേൽക്ക. ആ പിങ് ഉണ്ട് എന്റെ ഇപ്പൊ ഇട്ട ഞാൻ പിങ് ഉണ്ടോ അതിന്റെ ആ റിഡ്ജിലായിട്ട് മല എല്ലാരും ഒരുമിച്ച് കുത്തിച്ചാലോ. നമുക്ക് ഈ ലെഫ്റ്റ് കൂടെ കയറി ബാക്ക് കൂടെ ചെന്നല്ല. ഞാൻ അതാ പറഞ്ഞു, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ കുത്തിച്ച നമുക്കെല്ലാരും അപ്പൊ ഇത് റൈറ്റ് വിങ് എടുത്താ പോരെ. എന്നാ നമ്മൾ പതിയെ ഇതിലെങ്ങനെ കയറി നോക്കുക. എടാ എല്ലാരും എന്റെ അടുത്ത് വന്നേ, എല്ലാരും എന്റെ അടുത്ത് വന്നേ. ഞാൻ പറട്ടെ കുഴപ്പമില്ല. അമ്മമാർക്ക് അത്ര പേടിയാണെങ്കിൽ നമ്മൾ അവിടെ പോയല്ലേ, ഒറ്റയ്ക്ക് പോയല്ലേ, ഒരുമിച്ച് പോണം. ആ രാജു പിങ്ങടെ അപ്പൊ കുത്തുള്ള റെഡിയാണോ? കുത്തുള്ള പരിപാടി തന്നെ അവിടെ ഇവിടെ ഉണ്ടാന്ന് നോക്കിയത്. മല നമുക്ക് ടോപ്പ് മല പിടിച്ചു കളിച്ചത് ഇപ്പോഴും ഇവിടെ ഇല്ലടാ. അവന്മാർ ആ പിടിച്ചേ ആ ഇപ്പൊ റൈറ്റ് കുത്തിച്ച അവന്റെ ടയർ ഒട്ടിച്ച അവിടെ ഇറങ്ങിയിട്ട് ടയർ ഒട്ടിച്ച എല്ലാരും കുത്തിക്കണ്ട, നോക്കി കളിക്കണം അത്ര ഉള്ളു. ടയർ ഒട്ടിക്ക് വേണ്ട പറ. ഇവിടുത്തെ ചാടിയായിരുന്നു വണ്ടിന്ന്. ചാടിയോടെ ഡോർ തിരിച്ചു വേണം അറിഞ്ഞോട് ഒരു ചാടിയായിരുന്നു. പ്രണവേ ഒരു സൈഡ് മലയുടെ മണ്ടിൽ എല്ലാരും വട്ടത്ത് കളഞ്ഞ ആരെ സ്പെക്ക് ചെയ്യുന്ന ആരിലുണ്ടോ? കൊച്ചാത്തി കീറ്റാൻ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ പറ ഡൗൺ ചെയ്യുന്നുണ്ട്. റാംബോ ടീമിൽ അടിക്കുന്ന അവിടെ എന്തോ പൊട്ടിത്തെറിച്ച് രണ്ടുപേരും അത്ര ഉണ്ട്. സെൻഡെക്സ് ബ്രസീലിനെ എടുത്തിരിക്കുന്നു. ബ്ലേസ് ജോക്കറിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. കിരിക്കാട് ജിന്ന് നിയോനെ ഡൗൺ ആക്കി ഇരിക്കുന്നുണ്ട്. ഡോണിന് അടിക്കുന്നുണ്ട്. റഷ്യൻ ഡൗൺ ആണോ? 180 ഓടുവാണോ? സൈഡിൽ നിന്ന് അടി വരുന്ന നോക്കി. ജിന്നും രാജുപോയി സൈഡിൽ നിന്ന് കയറി ജംഷീനെ അടിക്കും. ലോങ്ങിൽ അടി കിട്ടുന്ന MRC ചാർലിക്ക് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട്. സെൻഡെക്സിന് അടി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഡൗൺ ആവുന്നത് വണ്ടി എടുത്ത് പോയി. ഇപ്പൊ ഡൗൺ ആവും രാജുഭായി ഉണ്ട്. വണ്ടി എടുത്ത് അവിടെ അവരുടെ ബാക്കിൽ കൊണ്ട് തിരിച്ചടിക്കാനുള്ള പരിപാടി വന്നു. ഓക്കെ, അവിടെ ഓൾറെഡി പോയി ഇറങ്ങി. ഇവിടെ ഇക്രുമോൻ പുഷ് ചെയ്യുന്നുണ്ട്. ഇക്രുമോൻ പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. ഇക്രുമോൻ ഒരാളെ എടുത്തിരിക്കുന്നു. ജിന്നും ഇക്രുമാണ് കേട്ടോ. ഇന്ന് കൊറേ പിക്ക് എടുത്തിട്ടുണ്ട്.
അത്ര ജി 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 ജിടാ ജി 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 ജിടാ വെൽ പ്ലേഡാ. മേളില് കുത്തിച്ചടിച്ച് നടുക്ക് ആൾക്കാർ ഇറങ്ങി മേളില് ബിയർസ് കുത്തിച്ചടിച്ച് താഴെ അടിച്ച്. വെൽ പ്ലേഡാ മുത്തുമണികളെ, വെൽ പ്ലേഡാ അല്ല 22 വെൽ പ്ലേഡാ മുത്തേ. 21 versus 20. ഫസ്റ്റ് ഫ്രീ വാറല്ലേ ഇത്? എന്റെ മോന് നല്ല കോർഡിനേഷൻ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. 25 അവര് കിടിലായിട്ട് അടിച്ചു. നൈസായിട്ട് കളിച്ച് 21. രാജുബായുടെ കോള് എന്ത് നൈസായിരുന്നെന്ന് അറിയോ? കിടിലം കോൾ ഓണ്ട പോയിട്ട് എനിക്ക് അടിച്ചു കാണാ നിങ്ങള്. കൈയെടുത്തു, പിന്നെ ഫാൽക്കണും നല്ല മുത്തുമണികളെ വെൽ പ്ലേഡാ ലവ് യു. പക്ഷെ ഫാൽക്കന് ഈ ഏരിയ ക്ലിയർ ആക്കിയത് ഫാൽക്കനാ. ഈ ഒരു ഏരിയയിൽ കളിച്ചിരുന്നത് അതെനിക്ക് മനസ്സിലായി. എവിടെ ജഡ്ജി തിരക്കി എവിടെ തന്നെ ജിൻകക്ക എന്ന് പറയുന്ന കൊറേ അതെ അത് തന്നെയാണ് പറഞ്ഞത്, ജിൻതക്കായി. എന്റെ മോന് ഈ ഡോമിനേറ്റ് ദ സീൻ പറയാതിരിക്കാൻ വയ്യ. ആദ്യത്തെ വാറാണ് തോന്നിയില്ല ഞാൻ. ലൈക്ക് എനിക്ക് എന്റെ കമന്ററി സ്റ്റോപ്പ് ആയി പോയി. അമ്മാതിരി അടി. ഈ സീസൺ മേടിച്ചോട് ഈ ബി സി ബ്രോയെ കിട്ടി ബ്രോയെ. ലവ്യടാ മുത്തു മണികളെ. ഇതാണ് എന്റെ പിള്ളേര്. അത്രോള മക്കളെ മലയുടെ നടുക്ക് ഓടി. അപ്പൊ എനിക്ക് അവനെ കൊന്ന പറ്റത്തുള്ളൊരു ആഗ്രഹം വന്നു അവനെ. ജി ജി മൈ ബോയ്സ്, ജി 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 മൈ ബോയ്സ്. അത്രോള ജി ജി വെൽ പ്ലേഡാ മക്കളെ. രാജുഭായ് ലവ് യു. പാൽക്കാട്ട് അക്കായി സക്കായി പിള്ളേരെ കലക്കട ഉമ്മ എല്ലാവർക്കും ഉമ്മ. അപ്പാപ്പ ലവ് യു പവാ. കുഴപ്പമില്ല, അത് അവര് പറയാ. നൈസ് അപ്പാപ്പ, പോളി. അത്ര ഉള്ളു ജി ജി. ഇതിനെ കത്തി ഞാൻ പറയണേ ഇപ്പഴേ എടാ ഒരു കാര്യം പറയട്ടെ. റേഡിയോ എടാ നമ്മൾ കളിച്ചു. നമ്മൾ നല്ല കളി കളിച്ചു. കൊണ വേണ്ട കേട്ടാ, വേണ്ട. രാജുഭായ് ഒന്ന് നോക്കിയോണ്ട്. രാജുഭായ് കത്തിച്ചോ. എല്ലാരും എടുത്തിട്ട് ഒരുമിച്ച് കത്തിച്ചോ.